BPL മൊബൈലിന്റെ അമരത്തിരുന്ന രാജീവ് ചന്ദ്രശേഖറിനി കേരള BJPയുടെ നവമുഖമായി മാറുകയാണ്. വ്യവസായ ലോകത്ത് തിളങ്ങിയ ടെക്നോക്രാറ്റിന് സംസ്ഥാന രാഷ്ട്രീയം എത്ര വഴങ്ങുമെന്ന് വരുന്ന ആളുകൾ തെളിയിക്കും. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള വലിയ കടമ്പ. വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ശേഷം രാഷ്ട്രീയ പ്രവേശനം. BPLൽ തുടങ്ങിയ വ്യവസായ ജീവിതം BJPയിലെത്തിയപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രിയപ്പെട്ടവനായി. 2006 കർണാടകയിൽ നിന്ന് സ്വതന്ത്രനായി രാജ്യസഭാ പ്രവേശം. ആദ്യ മത്സരത്തിൽ എതിരാളി എഴുത്തുകാരൻ UR അനന്തമൂർത്തി. കോൺഗ്രസും BJPയും അന്ന് ഒത്തുചേർന്ന് രാജീവിനെ പിന്തുണച്ചു. BJPയിൽ മോദി യുഗം ആരംഭിച്ചതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവായി മാറുന്നത്. 2021 രണ്ടാം മോദി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ IT സഹമന്ത്രിയായി. ജനനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. വ്യവസായ ലോകം പടുത്തുയർത്തിയത് കർണാടകയിൽ. കന്നഡ മണ്ണിൽ നിന്ന് കേരളം ലക്ഷ്യം വച്ചുള്ള യാത്ര. പാലക്കാട്ടെ കുടുംബവേരുകൾ അതിന് സഹായകമായി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ശശി തരൂരിനോട് അടിയറവ് പറഞ്ഞു. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ സാമൂഹ്യ മാധ്യമ പ്രതികരണം വലിയ ചർച്ചയായി. പിണക്കം മറന്ന് പാർട്ടിയോട് വീണ്ടും അടുത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിൽ. കളമശ്ശേരി സ്ഫോടന സമയത്ത് നടത്തിയ വർഗീയ പരാമർശം കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചു. BJPയുടെ സംഘപരിവാർ ബന്ധമില്ലാത്ത ആദ്യ സംസ്ഥാന പ്രസിഡന്റാവുകയാണ് രാജീവ് ചന്ദ്രശേഖർ. കേരള BJPയിലെ പടലപ്പിണക്കങ്ങളിൽ പുതിയ സമവാക്യങ്ങൾ രചിച്ചാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള രാജീവിന്റെ കടന്നുവരവ്. മാധ്യമ മേഖലയിലും വ്യവസായ സാധ്യതകൾ കെട്ടിപ്പടുത്ത രാജീവ് ചന്ദ്രശേഖർ കേരള BJPയെ നയിക്കാനിറങ്ങുമ്പോൾ എന്തു മാറ്റമാണ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. പുതിയ മുഖം, പുതിയ രീതികൾ. ന്യൂസ് ഡെസ്ക് 24.